ഹായ് ഡിയേഴ്സ്, വെൽക്കം ഓൾ. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? അപ്പം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഏതാണ് സബ്ജക്റ്റ് എന്നല്ലേ? നമ്മുടെ ജനറൽ എക്കണോമിക്സിലെ, അതായത് BA സോഷ്യോളജിയിലെ ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ, അതായത് B21 ECO1AN എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, വീഡിയോ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ BA സോഷ്യോളജിയിലെ ജനറൽ എക്കണോമിക്സ് ആണ്. അപ്പം എല്ലാവരുടെയും ഒരുവിധം റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ? എക്സാം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ജനറൽ എക്കണോമിക്സിൽ നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് 5 വൺ വേർഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5 essay ക്വസ്റ്റ്യനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ഓഫ് ദി ഗവൺമെന്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് കാൾ? അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ട്. ഒരു നിശ്ചിത പീരീഡിലേക്കാണ് ഈ ഫിനാൻഷ്യൽ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നത്. അതിന് എന്താണ് പറയുന്നത് ചോദിക്കുന്നത്. എന്താണ് പറയുന്നത്? യെസ്, ബഡ്ജറ്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാൻ ഓഫ് ദി ഗവൺമെന്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് എന്ന് പറയുന്നത് ബഡ്ജറ്റിനെയാണ്. അപ്പൊ ആൻസർ പഠിച്ചു പോയല്ലോ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് ദി വെൽത്ത് ഓഫ് ദി നാഷൻ? അപ്പൊ ഈ ബുക്ക് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല. ആരാണ് ഈ പറയുന്ന ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത്? യെസ്, നമ്മുടെയൊക്കെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആഡം സ്മിത്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്? അപ്പൊ നമുക്കറിയാം നീതി ആയോഗിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 5 ഇയർ പ്ലാൻസിന് ശേഷം വന്നിട്ടുള്ളതാണ് ഈ നീതി ആയോഗ്. അപ്പൊ ഈ നീതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരായിരിക്കും നമ്മുടെ ഫസ്റ്റ് ചെയർമാൻ വരുന്നത് നീതി ആയോഗിന്റെ? യെസ്, നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാൾഡ് ദ കണ്ടിന്യൂസ് റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ? അപ്പൊ നമ്മുടെ ഈ പണത്തിൽ എന്തെങ്കിലും ചിലപ്പോ ഉയരും, ചിലപ്പോ അതിന്റെ വില കുറയും അല്ലെ? അപ്പൊ അത്തരത്തില് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൈസിന്റെ റേറ്റ് ലെവല് കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിനെ പറയുന്ന ടേം എന്താണ്? എന്ത് ടേമിലാണ് അത് അറിയപ്പെടുന്നത്? യെസ്, ആൻസർ ഈസ് ഇൻഫ്ലേഷൻ. അപ്പം കണ്ടിന്യൂസ് റൈസ് ഇൻ ദ പ്രൈസ് ലെവലിനെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വാരിയബിൾ ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസെറ്റ്? അപ്പൊ നമ്മൾ അസറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിൽ തന്നെ ഏറ്റവും ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് ഏതാണ്? സിമ്പിൾ ആണല്ലേ, ഏതാണ്? നമ്മുടെ ക്യാഷ് തന്നെയാണ്. ക്യാഷ് ആണ് മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്ഷൻ A ഇവിടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്ഷൻ Bയിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ essay പാർട്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ 1 വേർഡും 2 മാർക്കും 3 മാർക്കും 4 മാർക്കും അതുപോലെ 10 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ അത്യാവശ്യം ആ ഒരു പോയിന്റിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കുള്ളൂ, അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആപ്പിൽ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ ഇത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ ചാനലുണ്ട്, ടെലഗ്രാം ചാനലുണ്ട്, വാട്സപ്പ് ചാനല്, ഇതിനൊക്കെ ലിങ്ക് താഴെ കൊടുക്കും. നിങ്ങൾക്ക് അതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എസ്സേയിലേക്ക് പോകാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സ്, ജനറൽ എക്കണോമിക്സ് ആണല്ലോ നമ്മുടെ പേപ്പർ. ആ ഒരു പേപ്പർ എന്താണ് അതിന്റെ സ്കോപ്പ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോ എക്കണോമിക്സ് പഠിച്ചതുകൊണ്ട് എന്താ കാര്യം, അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സ് എന്ന സബ്ജക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അതിനുശേഷം അതിന്റെ സ്കോപ്പ്, എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, എത്രത്തോളം പ്രാധാന്യമേറിയതാണ് ഈ പറയുന്ന എക്കണോമിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാലോ, ആൻസറിലേക്ക് പോവാം. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡി how individual, business, government and society make choices about allocating scarce resources to satisfy their needs and wants. അപ്പം സത്യത്തിൽ നമ്മുടെ എക്കണോമിക്സ് എന്താ? നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. പക്ഷെ റിസോഴ്സസ് ഒരുപാടുണ്ടോ? ഇല്ല, സ്കെയർ ആണ്, കുറച്ച് റിസോഴ്സസ് ഉള്ളൂ. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഓരോ ആവശ്യങ്ങൾ ഓരോ ദിനം പ്രതി എന്ത് ചെയ്യാണ്, ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഓക്കെ, സെക്കൻഡുകൾക്ക് നിമിഷത്തിൽ ഈ പറയുന്ന ഈ രീതിയിൽ നമ്മുടെ വാണ്ട്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം റിസോഴ്സ് ഒന്നും നമ്മുടെ ഇവിടെ ഇല്ല, സൊസൈറ്റിയിൽ ഇല്ല. അപ്പം ഉള്ള റിസോഴ്സസിനെ എങ്ങനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള എക്കണോമിക്സ് വലിയൊരു സബ്ജക്റ്റ് ആണ് അല്ലെ? ആ എക്കണോമിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്, സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അവിടെ നമ്മൾ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ പറയുന്ന റിസോഴ്സസ് ഏതൊക്കെ രീതിയിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. The subject matter of economics is broad and can be divided into several key areas. അപ്പൊ ഇതിന്റെ സബ്ജക്ട് മാറ്ററിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സബ്ജക്ട് മാറ്റേഴ്സ് ഒക്കെ പറയാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ എന്ത് പഠിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഏരിയയിലേക്കും പോവാം. ഫസ്റ്റ് വരുന്നത് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ നമ്മുടെ എക്കണോമിക്സിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്താ മാക്രോ ആണെങ്കിലോ അത് ഹൈ ലെവലില് ഒരു വലിയ ഒരു സൊസൈറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മൈക്രോ എക്കണോമിക്സ് ആണ്. The branch focus on the individual agents such as household, firm, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്, നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, it examine how they make decision regarding the allocation of resources. അപ്പൊ ഇവിടെ ഇതിൽ വരുന്ന മെയിൻ കീ കോൺസെപ്റ്റുകൾ ഉണ്ട്. നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ പലരും നിങ്ങൾ മലയാളത്തിലും എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും, ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും. അപ്പൊ രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിന്റെ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന നോട്ട്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് റിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ആൻസർ. ക്ലിയർ? ദെൻ സെക്കൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ ദിസ് ഏരിയ സ്റ്റഡി ദ ഇക്കോണമി ആസ് എ വോൾ. അപ്പൊ ഇക്കോണമിയെ മുഴുവനായിട്ടാണ് കാണുന്നത്, ആസ് എ വോൾ എന്നുള്ള രീതിയിലാണ്. ലുക്കിംഗ് അഗ്രിഗേറ്റ് മെഷേഴ്സ് ഫിനോമിന. അപ്പൊ അഗ്രിഗേറ്റ് ആയിട്ട് മൊത്തത്തിലാണ് ഈ പറയുന്ന എക്കണോമിയെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പൊ അവിടെ നമ്മൾ നാഷണൽ ഇൻകം കാണുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നാണ് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയും. ഇന്റർനാഷണൽ, അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യും. ഇന്റർനാഷണൽ എക്കണോമിക്സ് ആണ്. ഇവിടെ ഹൗ കൺട്രീസ് എൻഗേജ് ഇൻ ട്രേഡ്, ദ എഫക്ട്സ് ഓഫ് ട്രേഡ് പോളിസി, എക്സ്ചേഞ്ച് റേറ്റ്,
ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മറ്റു രാജ്യങ്ങളുമായിട്ട് എങ്ങനെ വ്യാപാരം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. Okay, then it's look at the benefit and challenges of international trade and economic interaction between nations. അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് എക്കണോമിക് ഇന്ററാക്ഷൻ ഉള്ളത്, ഈ ട്രേഡ് ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ എക്കണോമിക്സ്. ഇതൊരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. ക്ലിയർ? ദെൻ ഫോർത്ത് ഏരിയ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എക്കണോമിക്സ് ആണ്. ഡെവലപ്മെന്റ് എക്കണോമിക്സ്. This area focuses on the economic aspects of the development process in low income countries. അപ്പൊ ലോ ഇൻകം കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ എല്ലാ കൺട്രിയും ഒരേ റേഞ്ചിലല്ല നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ലോ ഇൻകം കൺട്രീസിന്റെ അവിടുത്തെ ഈ പറയുന്ന ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്നത്, അവിടെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഇക്കോണമിക്സ്. ഇറ്റ് എക്സ്പ്ലോർ ദ ഇഷ്യൂ ഓഫ് പോവർട്ടി. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള പോവർട്ടി ഉണ്ടായിരിക്കും, ദാരിദ്ര്യം ഉണ്ടായിരിക്കും, ഇനിക്വാലിറ്റി അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കും, എഡ്യൂക്കേഷനും ഹെൽത്തും ഇതൊക്കെ കൃത്യമായിട്ട് ലഭിച്ചോളണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനമാണ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ. Then behavioral economics ഉണ്ട്. This branch incorporate insight from psychology to understand how people make economic decision. എങ്ങനെയാണ് ആളുകൾ എക്കണോമിക് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് സൈക്കോളജിക്കലി മനസ്സിലാക്കുകയാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. ഇതിന്റെ മറ്റൊരു സ്കോപ്പാണ് അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ആണെന്ന് നമുക്ക് പറയാം. Then environmental economics എന്ന് പറയുന്നത് മറ്റൊരു environmental economics. This field study the economic impact of environmental policy and the economic causes and effects of environmental issue. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം നേടുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ എക്കണോമിക്സിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. Then labor economics ഉണ്ട്. This area examine labor market, employment, wage, behavioral employees and employer. അപ്പൊ ഈ എംപ്ലോയേഴ്സിന്റെയും തൊഴിലാളികളുടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പഠനമാണ് മാർക്കറ്റും എംപ്ലോയ്മെന്റ്, വേജ്, അവരുടെ വേജ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ 7 ഡിഫറെന്റ് ഏരിയ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ സ്കോപ്പ് ഓഫ് ദി എക്കണോമിക്സ് ഈസ് വാസ്റ്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും സബ്ജക്ട് മാറ്റർ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴും ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ, ചെറിയ കാര്യമാണോ? അല്ല, വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ എക്കണോമിക്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അപ്ലൈഡ് ടു എ വൈഡ് റേഞ്ച് ഓഫ് റിയൽ വേൾഡ് ഇഷ്യൂസ്. അപ്പൊ നമ്മുടെ റിയൽ വേൾഡ് ലൈഫിലെ ഇഷ്യൂസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പബ്ലിക് പോളിസി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ലേബർ റിലേഷൻ, എൻവയോൺമെന്റൽ കൺസേൺ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എക്കണോമിക്സിന്റെ പഠന വിഷയമാണ്. ഓക്കെ, എക്കണോമിക്സ് യൂസ് വാരിയസ് മെത്തേഡ്സ് ഇൻക്ലൂഡിംഗ് തിയററ്റിക്കൽ മോഡൽസ്, എംപീരിക്കൽ റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് തിയറികളും പഠനങ്ങളൊക്കെ മെത്തേഡ്സുകളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആ നോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ക്ലിയർ? അപ്പൊ അത്തരത്തിലാണ് ഈ പറയുന്ന സബ്ജക്ട് മാറ്ററും അതുപോലെ തന്നെ സ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. വ്യക്തികളും ബിസിനസ്സുകളും ഗവൺമെന്റും സമൂഹവും അവരുടെ ആവശ്യങ്ങളും തൃപ്തിപ്പെടുത്തുന്നതിന് അപര്യാപ്തമായുള്ള വിഭവങ്ങൾ അനുവദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു വിഷയമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, മാക്രോ എക്കണോമിക്സ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ എക്കണോമിക്സ് അഥവാ വികസന സാമ്പത്തിക ശാസ്ത്രം, ദെൻ ബിഹേവിയറൽ എക്കണോമിക്സ്, പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രം, ലേബർ എക്കണോമിക്സ്, ഇതൊക്കെ അതിന്റെ ബ്രോഡ് ആയിട്ടുള്ള വാസ്റ്റ് ഏരിയ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. എസ്സേയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. എന്താ നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പൊ എന്താണ് ബാങ്കുകളുടെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നും പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഫങ്ഷൻസ് നമുക്ക് ഓരോന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് in India performs several vital functions that contribute to the overall economic development of the country. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുള്ള ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. കീ ഫങ്ഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോണം. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ വൺ ഓഫ് ദി ഫംഗ്ഷൻ ആണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് അക്സെപ്റ്റ് വാരിയസ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. അപ്പൊ ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്താ വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ വൺ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് സേവിംഗ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. സേവിംഗ് അക്കൗണ്ട് ഉണ്ട്, കറന്റ് അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് ഡെപ്പോസിറ്റ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് സേഫ് പ്ലേസ് ടു സ്റ്റോർ ദെയർ മണി വൈൽ ഏർണിംഗ് ഇൻട്രസ്റ്റ്. അപ്പൊ അത് കൃത്യമായിട്ട് ആളുകൾക്ക് സേഫ് ആയിട്ടും അവരുടെ ക്യാഷ് ഒക്കെ കൃത്യമായി സേഫ് ആയിട്ട് വെക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഫംഗ്ഷനിലേക്ക് പോവാലോ. പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത്. ബാങ്ക്സ് ഓഫ് ലോൺ ടു ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഫോർ വാരിയസ് പർപ്പസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, നമ്മുടെ ചിലപ്പോൾ വീട് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ കാർ എടുക്കാനായിരിക്കും, പല ആവശ്യങ്ങളുണ്ടായിരിക്കും, മാരേജിന്റെ ആവശ്യത്തിനൊക്കെ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലില്ല, പക്ഷെ നമ്മൾ മുമ്പ് എപ്പോഴോ എന്താ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതെടുക്കാം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്കിനോട് ചോദിക്കും, നമുക്ക് എന്ത് വേണം, ലോൺ വേണം. യെസ്, അപ്പൊ ഇതുപോലെ പലരും, നമ്മളല്ലാത്ത പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ക്യാഷ് എടുത്തിട്ട് നമുക്ക് എന്ത് തരും, അവർ ലോൺ ആയിട്ട് തരും. ഓക്കെ, അപ്പൊ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി ഫംഗ്ഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ. ക്ലിയർ? യെസ്. അപ്പൊ ബാങ്ക് ഓഫർ ലോൺ ടു ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഫോർ വാരിയസ് പർപ്പസസ് സച്ച് ആസ് പേഴ്സണൽ ലോൺ, ഹോം ലോൺ, ബിസിനസ് ലോൺ. അപ്പൊ ഏത് ആവശ്യം, നമുക്ക് വീടുണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണാലിന്റെ വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസ് ആയിരിക്കാം, ബിസിനസിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ലോണുകൾ നമ്മുടെ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്. നെക്സ്റ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ. ത്രൂ ദ പ്രോസസ് ഓഫ് ലെൻഡിങ് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്രിയേറ്റ് ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് ക്രിയേഷന് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ദേ ക്യാൻ ലെൻഡ് മോർ മണി ദാൻ ആക്ച്വലി ഹാവ് ദ ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് മണി നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടാവും അല്ലെ. പക്ഷെ സപ്പോസ് നമുക്കൊരു 20,000 ആണ് നമ്മുടെ കയ്യിലുള്ളൂ, പക്ഷെ നമുക്ക് 25,000 ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇത്തരത്തിലൊരു ക്രെഡിറ്റ് മണി നമുക്ക് തരും, നമുക്ക് 25 തരാം. അപ്പൊ അത്തരത്തിലൊരു ഫെസിലിറ്റി കൂടി ആർക്കുണ്ട്, ഫംഗ്ഷൻ കൂടി ആർക്കുണ്ട്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനുണ്ട്. ക്ലിയർ? ദെൻ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സർവീസ്. അപ്പം ഇത്തരത്തിലുള്ള ബാങ്ക് ഫെസിലിറ്റേറ്റ് വാരിയസ് പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് സർവീസസ്. അപ്പം ചെക്ക് ക്ലിയറിംഗ്, ഇലക്ട്രിക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, മൊബൈൽ ബാങ്കിങ്, മേക്കിംഗ് ട്രാൻസാക്ഷൻ കൺവീനിയന്റ് ഫോർ കസ്റ്റമർ. അപ്പൊ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ അവൈലബിൾ ആണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് ആണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്സസ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ട്രാവൽ. അപ്പൊ ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് ഇന്റർനാഷണൽ ട്രാവലിനും അതേപോലെ ബിസിനസ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സർവീസും കൂടി നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് ഉണ്ട്. മെനി ബാങ്ക്സ് ഓഫർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് മ്യൂച്വൽ ഫണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട്സ് അല്ലെ, ബോണ്ട്, ഷെയർ, അതുപോലെ തന്നെ enabling customer to invest their savings and earn higher return.
അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് റിട്ടേൺസ്, നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് കിട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സർവീസുകളും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസുകളാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫൺ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് ടു ഹെൽപ്പ് കസ്റ്റമേഴ്സ് മാനേജ് ദെയർ ഫിനാൻസ് ഇൻക്ലൂഡിംഗ് വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് പ്ലാൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസുകളും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ വൺ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. പിന്നെ വരുന്നത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, നമ്മുടെ സേഫ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി, സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി. ഏജൻസി ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ബാങ്ക് ആക്ട് ആസ് എ ഏജന്റ്, ഒരു ഏജന്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഡെവലപ്മെന്റ് റോള്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ പ്ലേ എ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ഇക്കോണമി ബൈ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്. അപ്പൊ ഇത്തരത്തില് ഒരു 10 ഫംഗ്ഷൻ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ കഴിയും. അതുപോലെ തന്നെ ഫുൾ മാർക്കും വാങ്ങാൻ സാധിക്കും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയാണ്. അപ്പൊ അത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വാണിജ്യ ബാങ്കുകളില് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിന് സുപ്രധാനമായിട്ടുള്ള സംഭാവന നൽകുന്ന ഒരു ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാണിജ്യ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. ഓക്കെ, അപ്പൊ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ നിക്ഷേപങ്ങൾ സ്വീകരിക്കല്, പിന്നെന്താ ലോണുകളും അഡ്വാൻസുകളും നൽകുന്നു, ക്രെഡിറ്റ് സൃഷ്ടിക്കല്, പേയ്മെന്റ് സെറ്റിൽമെന്റ് സേവനങ്ങള്, ഫോറിൻ എക്സ്ചേഞ്ച് സേവനങ്ങള്, നിക്ഷേപ സേവനങ്ങള്, സാമ്പത്തിക ഉപദേശക സേവനങ്ങള്, മൂല്യവത്തായ വസ്തുക്കളുടെ സുരക്ഷിതമായുള്ള കസ്റ്റഡി, ഏജൻസി ഫംഗ്ഷനുകള്, വികസനപരമായിട്ട് പങ്ക്. അപ്പൊ ഇത്രയും പോയിന്റ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അഥവാ 8th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഈ പറയുന്ന ഫീച്ചേഴ്സുകൾ ഓരോന്നുണ്ട്. നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. എക്സാമിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, the demographic features of the Indian economy are characterized by several key aspects. Okay, അപ്പൊ ഓരോ പോയിന്റുകൾ നമുക്ക് നോക്കാം. പോപ്പുലേഷൻ സൈസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേഷൻ കൺട്രി ഇൻ ദ വേൾഡ്. അപ്പം ഇതിൽ നിന്ന് എന്തായിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഇപ്പം ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ കൺട്രിയാണ്. സെക്കൻഡിൽ നിന്ന് നമ്മൾ എന്തായി മാറി, ഫസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെ. ചൈനയെ മറികടന്നുകൊണ്ട് പോപ്പുലേഷനില്, ജനസംഖ്യയില് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. ദെൻ യൂത്ത്ഫുൾ പോപ്പുലേഷൻ ആണ്. എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് യങ്. അപ്പൊ ഒരു യൂത്ത് ആണ്. അപ്പം ഇന്ത്യയിലെ പോപ്പുലേഷന്റെ അധികപക്ഷം ആരാണ്, യൂത്ത് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വിത്ത് എ മീഡിയൻ ഏജ് അറൌണ്ട് 28 years. അപ്പൊ ആ ഒരു 28 ഇയേഴ്സിന് അറൌണ്ടിലുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. ദെൻ അർബനൈസേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡെമോഗ്രാഫിക് ഫീച്ചർ. അർബനൈസേഷൻ. ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് റാപ്പിഡ് അർബനൈസേഷൻ വിത്ത് ഗ്രോയിങ് പ്രൊപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ മൂവിങ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയ. അപ്പൊ ഇവിടെ എന്താ, റൂറൽ നിന്ന് അർബനിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കുറവും, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റിയും അവര് തേടി പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്, അർബനിലേക്കാ പോകുന്നത്. അപ്പൊ ഈ നഗരത്തിലേക്കുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അർബനൈസേഷൻ വൺ ഓഫ് ദി പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ്. India has a diverse workforce in terms of skill, education level, sectors of employment. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ജോലിക്കായാലും പഠിക്കാനായാലും ഒരുപാട് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ഫോഴ്സുകളുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. The agriculture sector employs a substantial portion of the workforce.
അപ്പൊ ഈ അഗ്രികൾച്ചർ സെക്ടറും ഇത് ഈ പറയുന്ന വർക്ക് ഫോഴ്സില് ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ദെൻ റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. റീജിയണൽ ഡിസ്പാരിറ്റി. അപ്പൊ there are significant regional disparity in economic development. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഇത്തരത്തിലുള്ള എന്ത് നടക്കുന്നുണ്ട്? ഡിസ്പാരിറ്റീസ്. ലിറ്ററസി റേറ്റ്, ഇൻകം ലെവൽ, എക്കണോമിക് ഡെവലപ്മെന്റ്, ഈ ഇത്തരത്തിലുള്ള പോയിന്റുകൾക്കാണ് എന്ത് റീജിയണൽ ഡിസ്പാരിറ്റികൾ. അപ്പൊ സ്റ്റേറ്റ്സ് ലൈക്ക് മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് വൈൽ അതേഴ്സ് ലാഗ് ബിഹൈൻഡ്. അപ്പൊ ഈ പറയുന്ന തമിഴ്നാട് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഗുജറാത്ത്, ഇതൊക്കെ കൂടുതൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിരുന്നു. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത്ര തന്നെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പൊ റീജിയണൽ വൈസ് നമുക്ക് ഡിസ്പാരിറ്റീസുകൾ കാണാൻ സാധിക്കും എന്നുള്ളത് വൺ ഓഫ് ദി ഡെമോഗ്രാഫിക് ഫീച്ചർ ആണ്. ദെൻ ജെൻഡർ ഡിസ്പാരിറ്റീസ് ആണ്. The labor force participation rate for women is significantly lower than men. അപ്പൊ ഇവിടെ ഈ വുമണിന് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നതും മെന്നിന് കിട്ടുന്നതെന്ന് പറയുന്നത് അവിടെ ഒരു ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ജെൻഡർ വൈസ് ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ വർക്ക് ഫോഴ്സിലായാലും പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഈസ് സിഗ്നിഫിക്കന്റ്ലി ലോവർ ദാൻ മെൻ. മെന്നിനേക്കാളും വളരെ കുറവാണ് ആര് വർക്ക് ചെയ്യുന്നത്? സ്ത്രീകൾ വർക്ക് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് ബൈ കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ഫാക്ടേഴ്സ്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് എഴുതാം. Then income inequality ആണ്. There is a considerable income inequality within the country, within a significant gap between the wealth and poor. അപ്പൊ ഒരു ഇൻകം എല്ലാവർക്കും ഒരേ രീതിയിലാണോ ഡിസ്ട്രിബ്യൂട്ട് നടക്കുന്നത്? അല്ല. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകം എന്ന് പറയുന്നത് ചിലർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്, ചിലർക്ക് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ആ രണ്ട് ലെവല് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നുണ്ട്, ഇന്ത്യൻ ഇക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ആണ് മറ്റൊരു പോയിന്റ്. ലിറ്ററസി റേറ്റ് ഹാവിംഗ് ഇംപ്രൂവ്ഡ് ബട്ട് ദർ ആർ സ്റ്റിൽ ചലഞ്ചസ് റിലേറ്റഡ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ എഡ്യൂക്കേഷനുള്ള ഒരുപാട് സ്കോപ്പുകൾ നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ദെൻ ഡിപ്പെൻഡൻസി റേഷ്യോ ആണ്. ഇന്ത്യ ഹാസ് റിലേറ്റീവ്ലി ലോ ഡിപ്പെൻഡൻസി. ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണ്? പൊതുവെ ലോ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. യെസ്. ദെൻ 10th പോയിന്റ് വരുന്നത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ. അപ്പൊ ഇന്റേണൽ മൈഗ്രേഷൻ നമുക്കറിയാം. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കുടിയേറുമ്പോൾ ഇത്തരത്തില് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ മൈഗ്രേഷൻ ഇപ്പോ ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മൈഗ്രേഷനെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്റേണൽ മൈഗ്രേഷൻ ഈസ് കോമൺ ആസ് ഇൻഡിവിജ്വൽ സീക്സ് ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ അർബൻ ഏരിയ. അപ്പൊ ഈ പറയുന്ന റൂറൽ ഏരിയയിലുള്ള ആളുകളൊക്കെ അവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റികൾ ഒന്നും ഉണ്ടാവില്ല. ജോബ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാത്തത് കാരണം അവര് ഈ അർബനിലേക്ക് എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും, പിന്നെ അവിടെ സെറ്റിൽ ആവും. അപ്പൊ അത്തരത്തിലുള്ള മൈഗ്രേഷൻ, റൂറൽ ടു അർബൻ എന്നുള്ള രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇമ്പാക്ട് ഇന്ത്യൻ ഇക്കോണമിക് പോളിസി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ 10 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. 10 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് തരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജനസംഖ്യാപരമായിട്ടുള്ള സവിശേഷതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ജനസംഖ്യയുടെ വലുപ്പം പറഞ്ഞു, അതുപോലെ യുവജനങ്ങളുടെ യൂത്തിന്റെ ജനസംഖ്യയെ കുറിച്ച് പറഞ്ഞു, പിന്നെ നഗരവൽക്കരണം, അർബനൈസേഷൻ മറ്റൊരു പോയിന്റ് ആയിരുന്നു, പിന്നെ വൈവിധ്യമാർന്ന തൊഴിൽ ശക്തി. അപ്പൊ ഒരുപാട് മേഖല, നമ്മുടെ കാർഷിക മേഖലയായാലും ഇൻഡസ്ട്രിയൽ സെക്ടർ ആയാലും സർവീസ് സെക്ടർ ആയാലും ഒരുപാട് ജോലി സാധ്യതകൾ കൂടുതലാണ്. പിന്നെ വരുന്നത് പ്രാദേശിക അസമത്വങ്ങൾ. പലതരത്തിലുള്ള അസമത്വങ്ങൾ, ഇൻഇക്വാലിറ്റികൾ നിലനിൽക്കുന്നുണ്ട്. ലിംഗവ്യത്യാസങ്ങൾ, ഈ ജെൻഡർ ഡിസ്പാരിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വരുമാനത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആണോ വരുമാനം? സ്ത്രീയും അതുപോലെ തന്നെ പുരുഷനും ഒരേ സെക്ടറിൽ ഒരേ ജോലി ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും.
അപ്പൊ അത്തരത്തിലുള്ള ഒരു വരുമാനത്തിലെ അസമത്വം കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് നമ്മുടെ അർബനിലേക്ക് പോകുന്ന ആളുകളെ കാണാം. ആശ്രിത അനുപാതം, കുടിയേറ്റം. അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതാനായിട്ട്. ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ ഔട്ട്പുട്ട് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നാഷണൽ ഇൻകം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ ഈ നാഷണൽ ഇൻകം എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ്, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ മെത്തേഡ്സ്. ഔട്ട്പുട്ട് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ക്യാൻ ബി അപ്രോച്ച്ഡ് ത്രൂ ദ 3 പ്രൈമറി മെത്തേഡ്സ്. അപ്പൊ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് പറയുന്നത്. ഓക്കെ, ആ 3 മെത്തേഡ് നമുക്ക് ഫസ്റ്റത്തെ ഔട്ട്പുട്ട് മെത്തേഡ് അഥവാ പ്രൊഡക്ഷൻ മെത്തേഡ്. അപ്പം 2 പേര് കാണും. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പഠിച്ചു പോയിട്ട് ഇത് ഏതാപ്പം ഈ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ചിലർക്ക് സംശയം വരാം. പക്ഷെ രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നോക്കണം. ഔട്ട്പുട്ട് മെത്തേഡ് അഥവാ പ്രൊഡക്ഷൻ മെത്തേഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഔട്ട്പുട്ട് മെത്തേഡ് എസ്റ്റിമേറ്റ്സ് നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദ total value of all goods and services produced in the economy over a specific period of. അപ്പൊ ഒരു സ്പെസിഫിക് പീരീഡില് നമ്മുടെ നാഷണലില് ഏതൊക്കെ രീതിയിലുള്ള ഇൻകംസ് വരുന്നുണ്ട്. കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇക്കോണമി. ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒരു ടോട്ടൽ എമൗണ്ട് ഉണ്ട്. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. This method focus on the value added at each stage of production. അപ്പൊ ഇവിടെ വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട്, വാല്യൂ ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജിലും അതിന്റെ വാല്യൂ കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 3 മെത്തേഡിലും എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സം അപ്പ് ദ ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ഓൾ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി. അപ്പം അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, സർവീസ്, ഇതിലുള്ള ഓൾ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് നമ്മൾ ഇതിൽ സം ചെയ്യുന്നത്. GVA is calculated by subtracting the cost of intermediate goods from the gross output. അപ്പൊ ഈ ഗ്രോസ് ഔട്ട്പുട്ടിൽ നിന്ന് എന്തെങ്കിലും കോസ്റ്റ്, ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ടാണ് എന്ത് കിട്ടുക, GVA നമുക്ക് കിട്ടുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. ഇനി ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിക്കാം. ആ രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റിന്റെ പ്രധാന നല്ല കാര്യങ്ങൾ അഡ്വാൻറ്റേജസിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഹെഡിങ് കൊടുത്തിട്ട് ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ. Directly linked to the production data, making relatively straightforward to collect. അപ്പം ഡയറക്റ്റ് ആണ്, കുറച്ചുകൂടി സിമ്പിൾ ആണ്. എന്നാൽ ഡിസഡ്വാൻറ്റേജോ, മേ ഓവർലുക്ക് ഇൻഫോർമൽ സെക്ടർ ആൻഡ് നോൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇൻഫോർമൽ സെക്ടേഴ്സിനായാലും നോൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ ആയാലും നമുക്ക് കൃത്യമായിട്ട് അതിനൊരു അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി സെക്കൻഡ് മെത്തേഡ് ഇൻകം മെത്തേഡ്. The income method estimate national income by summing up all income earned in the production of goods and service. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസിലൂടെ ലഭിക്കുന്ന എല്ലാ ഇൻകം ഓക്കെ, വരുമാനമാണ്. ദിസ് ഇൻക്ലൂഡ്സ് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന വേജ്, കൂലി, റെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതിലൂടെ കിട്ടുന്ന എല്ലാ ഇൻകം കൂടി സം ചെയ്യുന്നതാണ് ഇൻകം മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, അതായത് വേജസ്, ഗ്രോസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്, അതായത് പ്രോഫിറ്റ്, ഗ്രോസ് മിക്സഡ് ഇൻകം ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ഇൻകം, പ്ലസ് ടാക്സ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഇമ്പോർട്ടിലൂടെ ഇരിക്കുന്ന ടാക്സ്,
അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സബ്സിഡി മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം മെത്തേഡിലുള്ള നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. അതിനും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് ആണ് provide insight into how income is distributed among the different factors of production. എങ്ങനെയാണ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട്, എങ്ങനെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഡിസഡ്വാൻറ്റേജസോ? ഡിഫിക്കൽട്ടി ഇൻ ആക്യുറേറ്റ്ലി മെഷറിംഗ് ഇൻകം, പർട്ടിക്കുലർലി ഇൻ ഇൻഫോർമൽ സെക്ടർ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ സെക്ടേഴ്സിലുള്ള ഇൻകം ഒന്നും കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ തേർഡ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കി, ഇൻകം. ദ ലാസ്റ്റ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. The expenditure method estimating national income by calculating the total expenditure of final goods and service within economy. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്റ്റെപ്പ് നോക്കാം. എന്താണ് കാൽക്കുലേഷൻ? നാഷണൽ ഇൻകം ഈസ് ഇക്വൽ ടു കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. Then this reflects total spending in the economy capturing demand side aspects എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് നോക്കാം. യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓവറോൾ എക്കണോമിക് ഡിമാൻഡ് ആൻഡ് ക്യാൻ ഇൻഡിക്കേറ്റ് ട്രെൻഡ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അത് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എന്നാൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഡാറ്റ കളക്ഷൻ ക്യാൻ ബി ചലഞ്ചിങ്. അപ്പൊ ഈ ഡാറ്റ ഒക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് കുറച്ച് വെല്ലുവിളി നേരിട്ടതാണ്. എസ്പെഷ്യലി റിഗാർഡിങ് കൺസപ്ഷൻ ആൻഡ് ഇൻഫോർമൽ സ്പെൻഡിങ്. അപ്പൊ ഇൻഫോർമൽ സ്പെൻഡിങ്, ഇൻഫോർമൽ സെക്ടേഴ്സിലൊക്കെയാണ് ഈ ഡാറ്റ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ആ ഡാറ്റ കൃത്യമായിട്ട് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം ഈ പറയുന്ന കണക്കുകൂട്ടലൊക്കെ എന്തായിരിക്കും? ചിലപ്പം തെറ്റാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന്റെ കൺക്ലൂഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 പ്രാഥമിക രീതികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മലയാളം നോട്ടുണ്ട്. ഔട്ട്പുട്ട് രീതി അഥവാ ഉൽപാദന രീതിയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് വരുമാന രീതിയാണ്. പിന്നെ 3 വരുന്നത്, അതിന്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. 3 വരുന്നത് ചെലവ് രീതിയെ കുറിച്ചാണ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ പഠിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ പബ്ലിക് റവന്യൂ ആൻഡ് ഡിസ്ക്രൈബ് ദ മേജർ റവന്യൂ സോഴ്സ് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ഈ പബ്ലിക് റവന്യൂ അതുപോലെ തന്നെ മേജർ റവന്യൂ സോഴ്സസ് ഓഫ് ഗവൺമെന്റിന്റെ മേജർ റവന്യൂ സോഴ്സസ് ഏതൊക്കെയാണ്? ആ സോഴ്സുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കാം. പബ്ലിക് റവന്യൂ റെഫേഴ്സ് ടു ദ ഇൻകം ജനറേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു ഫണ്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ പറയുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ നമുക്ക് അത് കൃത്യമായിട്ട് അതിങ്ങനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് റവന്യൂ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് റവന്യൂ കൊണ്ടുവരുമ്പോൾ അവിടെ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്, എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസും ഉണ്ട്. ദാറ്റ് ഗവൺമെന്റ് കളക്ടഡ് ത്രൂ വാരിയസ് മീൻസ് സച്ച് ആസ് ടാക്സസ്, ഫീസ്, ചാർജ്, അതർ സോഴ്സ്. അപ്പൊ നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്നവരുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഒക്കെ എന്തിലേക്ക് പോകുന്നുണ്ട്? ഇത്തരത്തിലുള്ള പബ്ലിക് റവന്യൂയിലേക്കാണ് പോകുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കുക. Then to provide service, development and infrastructure, promote economic stability തുടങ്ങിയ കാര്യങ്ങൾ. Then major sources of government revenue. Sources of government revenue. അപ്പൊ ഏതൊക്കെയാണ് ഈ പറയുന്ന ഗവൺമെന്റ് റവന്യൂ മേജർ സോഴ്സസ് ഏതൊക്കെയാണ്? നമുക്ക് ഒരു നോക്കാം. ഫസ്റ്റ് വരുന്നത് ടാക്സ് റവന്യൂ ആണ്. അപ്പൊ അതിൽ തന്നെ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് പോയിന്റ് മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ലെവി ഡയറക്ട്ലി ഓൺ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നത്. അപ്പൊ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെ ഈ പറയുന്ന ടാക്സസിന്, ഡയറക്ട് ടാക്സിന് എക്സാമ്പിളാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ഈ കോർപ്പറേറ്റ് ടാക്സ് ഏത് ടൈപ്പ് ഓഫ് ടാക്സിലാണ്
പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് പാസ്ഡ് ഇൻ ടു കൺസ്യൂമർ. ഓക്കെ, അപ്പൊ കൺസ്യൂമറിന് നൽകിയിട്ട് എന്താ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ടാക്സ് അടയ്ക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയൊക്കെ. ദെൻ സെക്കൻഡ് നോൺ ടാക്സ് റവന്യൂ ആണ്. ഫീസ് ആൻഡ് ചാർജസ്, റവന്യൂ ഫ്രം സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. പാസ്പോർട്ട് ഫീസ്, ലൈസൻസ് ഫീസ്, ഇതിലൂടെയൊക്കെയാണ് ഫീസ് ആൻഡ് ചാർജിലൂടെ നോൺ ടാക്സ് റവന്യൂ നേടുന്നത്. പിന്നെ ഫൈൻ, എന്തെങ്കിലും ഫൈനുകളൊക്കെ ഉണ്ടാക്കി, ഫൈൻ ആൻഡ് പെനാൽറ്റീസ് കളക്റ്റഡ് ഫ്രം ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ് ദാറ്റ് വയലേറ്റ് ലോ ഓർ റെഗുലേഷൻ. അപ്പൊ എന്തെങ്കിലും നമ്മൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോ ഹെൽമെറ്റ് ധരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കില്ല അല്ലെ, അപ്പൊ നമുക്ക് ഫൈൻ ഈടാക്കും. അത്തരത്തിലുള്ള ഫൈനുകളൊക്കെ ലഭിക്കുന്നത് മൂലം നമുക്ക് എന്താ, അതൊക്കെ ഒരു റവന്യൂ ആണ്, പബ്ലിക് റവന്യൂ. ദെൻ ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റ്, ഏർണിംഗ് ഫ്രം ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസസ് ആൻഡ് ഗവൺമെന്റ്. റെന്റൽസ്, ഇൻകം ഫ്രം ലീസിംഗ് ഗവൺമെന്റ് ഓൺഡ് പ്രോപ്പർട്ടീസ് ഓർ നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് ബോറോയിങ് ആണ്. ലോൺസ് ടേക്കൺ ഡൊമസ്റ്റിക്കലി ഓർ ഇന്റർനാഷണലി ടു മീറ്റ് ഡെഫിസിറ്റ് ഐദർ ത്രൂ പബ്ലിക് ബോറോയിങ്, മ്യൂച്വൽ മൾട്ടിലാറ്ററൽ ലോൺസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് IMF, വേൾഡ് ബാങ്ക് തുടങ്ങി ബോറോയിങ്സ് ഒക്കെ. പിന്നെ ഗ്രാന്റ് ആൻഡ് എയ്ഡ് ഉണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം അതർ ഗവൺമെന്റ് ഓർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫൺ ഫോർ സ്പെസിഫിക് പർപ്പസ്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഡെവലപ്മെന്റ് പ്രോജക്ട്, ഡിസാസ്റ്റർ റിലീഫ്, അതിനൊക്കെ വേണ്ടിയുള്ള ഗ്രാന്റുകളും എയ്ഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ റവന്യൂ ഫ്രം നാച്ചുറൽ റിസോഴ്സസിലൂടെ ലഭിക്കുന്നു. അതായത് റോയാലിറ്റീസ്, ഫീസ് ഫ്രം ദ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഓയില്, ഗ്യാസ്, മിനറൽസ്, ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവുന്ന റവന്യൂ ഈ നാച്ചുറൽ റിസോഴ്സിലൂടെ ലഭിക്കുന്നു. ദെൻ സെയിൽ ഓഫ് പബ്ലിക് അസറ്റ്, ഇൻകം ഫ്രം പ്രൈവറ്റൈസേഷൻ ഓർ സെയിലിംഗ് ഗവൺമെന്റ് ഓൺഡ് അസറ്റ് ആൻഡ് എന്റർപ്രൈസസ്, മിസ്ലേനിയസ് റിസീപ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് സിഗ്നിഫിക്കൻസ് നോക്കാം. എൻഷുവർ ഗവൺമെന്റ് ഹാസ് റിസോഴ്സ് ഫോർ പബ്ലിക് സർവീസ്, സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പബ്ലിക് ഗുഡ്സും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന റവന്യൂ, പബ്ലിക് റവന്യൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഓരോ പോയിന്റും രസീതുകളായിട്ടും ഏതൊക്കെയാണോ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. പൊതു സേവനങ്ങൾക്കായി സർക്കാരിന് വിഭവങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് പാരഗ്രാഫ് വൈസ് എക്സാമിന് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം, നമ്മുടെ ക്രാഷ് കോഴ്സിലും ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ എല്ലാ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടുകളും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്, ഇതിന്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കും. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.